ഈ വള്ളംകളി നടക്കുന്ന ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് മുൻ വർഷങ്ങളിൽ അവധി നൽകിയിട്ടുള്ളതല്ല. അതന്ന്. അപ്പൊ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടാ? ഇപ്പോഴാണ് എനിക്ക് നാരായണന്റെ ഫീലിങ്സ് മനസ്സിലായത്. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് വേലായതിന് ഭയങ്കര സ്നേഹമാ കേട്ടോ. ശ്രീ പാറക്കൽ മൈക്ക് ചതിച്ചു, VD സതീശൻ പറഞ്ഞ രഹസ്യം നാട്ടിൽ പാട്ട്. എന്തുപറ്റി? ടൈമിംഗ് ശരിയായില്ലേ? ടൈമിംഗ് മൊത്തം പോയി. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? ഇന്നലെ നിയമസഭ കൂടിയപ്പോൾ കുട്ടനാട് MLA ആയ റെജി ചെറിയാൻ ഒരു ആവശ്യം ഉന്നയിച്ചു. സ്വാഭാവികം. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ മൈക്ക് VD സതീശനെ ചതിക്കുന്നത്. ഇവരുടെ എങ്ങനെ മനത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പണി കിട്ടും എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ അറിയാതെ ഒരു പണി കിട്ടി. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം. മന്ത്രിയോട് PK കുഞ്ഞാലിക്കുട്ടിയോട് രഹസ്യമായി ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് കട്ടായം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എടാ എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും ഈ നിലയിലെത്തിയത് മനസ്സിലായോ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കട്ടെ, നമുക്കത് കാര്യം ആലോചിക്കാം എന്ന് ഈ പാവപ്പെട്ട റെജി ചെറിയാനെ പറഞ്ഞു പറ്റിച്ചതിന് ശേഷം മുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശ്രീ പാറക്കൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. മുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കില്ല എന്ന് തന്നെയാണ്. ഇതാണ് മൈക്ക് ഓഫാക്കാതിരുന്നാലുള്ള സംഭവം. എന്നോട് ക്ഷമിക്കണം സാറേ, ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.